ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും അധികം പ്രത്യേകതകളുള്ള വെർബായ വെർബ് ക്രിയ അല്ലെ, ബി എന്ന വെർബ് ക്രിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രധാന അർത്ഥങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഒന്ന്, അവസ്ഥയെ കാണിക്കാൻ വേണ്ടി. അവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ ദുഃഖിതനാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. പിന്നെ മറ്റൊന്ന് സാന്നിധ്യം, പ്രസൻസ് കാണിക്കാൻ വേണ്ടി. അവൾ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അവൻ്റെ വീട്ടിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി, സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മളിപ്പോ ക്യാൻ ബിയുടെ കൂടെ ഉപയോഗിക്കുന്നത് കാണുകയായിരുന്നു. നേരത്തെ ക്യാൻ പഠിച്ചതാണ് കഴിവിനെ കാണിക്കാൻ വേണ്ടി അല്ലെ. അത് ക്യാൻ ഇവിടെ എപ്പോഴും ബേസ് ഫോമേ ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്യാൻ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുവാൻ, ബിയുടെ അർത്ഥം ആയിരിക്കുക. ആ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാൻ ബി ആയിരിക്കുവാൻ കഴിയും, ക്യാൻ ബി. അപ്പൊ ഐ ക്യാൻ ബി ഹാപ്പി, എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും. ക്വസ്റ്റ്യൻ, ക്യാൻ ഐ ബി ഹാപ്പി, എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിയും. നെഗറ്റീവ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് വെച്ചിട്ടുള്ളത്. സാഡ്, ദുഃഖിതനായ, സങ്കടപ്പെടുന്ന. ക്രൂവൽ, ക്രൂരനായ. ലേസി, മടിയനായ, മടിയുള്ള. അങ്ങനെ പല അർത്ഥങ്ങളും മലയാളത്തിൽ പറയും. മടിയുള്ള, മടിയനായ. സ്റ്റുപ്പിഡ് അല്ലെ, സ്റ്റുപ്പിഡ് പ്രത്യേകിച്ച് പറയണമെന്നില്ല. സ്റ്റുപ്പിഡായ. ഇംപ്രൂഡന്റ്, വിവേകമില്ലാത്ത. പ്രൂഡന്റ് നേരത്തെ കണ്ടു, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രൂഡന്റ്, വിവേകമില്ലാത്ത. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള വാക്കുകളായിരിക്കും കുറെ കൂടി അർത്ഥവത്തായിട്ടുള്ളത്. ഐ കനോട്ട് ബി, കനോട്ട് ബിയുടെ ഷോർട്ട് ഫോം ആണ് കാൺ ബി. ഐ കാൺ ബി സാഡ്, എനിക്ക് ദുഃഖിതനായിരിക്കാൻ സാധിക്കില്ല, എനിക്ക് സങ്കടപ്പെടാൻ കഴിയില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. ഐ കാൺ ബി സാഡ്. ഐ കാൺ ബി ക്രൂവൽ, എനിക്ക് ക്രൂരനായിരിക്കാൻ സാധിക്കില്ല, എനിക്ക് ക്രൂരനായിരിക്കുവാൻ കഴിയില്ല, എനിക്ക് ക്രൂരനായിരിക്കാൻ. ഐ കാൺ ബി ക്രൂവൽ, ഐ കാൺ ബി ക്രൂവൽ. ഐ കാൺ ബി ലേസി, മടിയനായിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഐ കാൺ ബി ലേസി, മടിയുള്ളവനായിരിക്കാൻ അല്ലെ മടിയനായിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഐ കാൺ ബി സ്റ്റുപ്പിഡ്, സ്റ്റുപ്പിഡ് ആയിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഐ കാൺ ബി ഇംപ്രൂഡന്റ്, വിവേകമില്ലാത്തവനായിരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ വാചകത്തിന് നമുക്ക് അർത്ഥം തോന്നുന്ന വാചകങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, നമ്മൾ രണ്ടും പറയും കേട്ടോ. വി കാൺ ബി ഓർ വി കനോട്ട് ബി, രണ്ടും സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാം. വി കനോട്ട് ബി സാഡ്, വി കനോട്ട് ബി സാഡ്, വലിയൊരു വാർത്ത കിട്ടിയിരിക്കുക എന്നല്ല. വി കനോട്ട് ബി സാഡ്, നമുക്ക് ദുഃഖിതരായിരിക്കാൻ, സങ്കടപ്പെടാനൊന്നും സാധിക്കില്ല. വി കനോട്ട് ബി സാഡ്, വി ഹാവ് ഗോട്ട് സച്ച് എ ബിഗ് ഗ്രേറ്റ് ന്യൂസ്, അത്രയും വലിയ ന്യൂസാണ്, വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. വി കനോട്ട് ബി സാഡ്. ഓക്കെ, വി കനോട്ട് ബി ക്രൂവൽ, നമുക്ക് ക്രൂരരായിരിക്കാൻ സാധിക്കില്ല. വി കനോട്ട് ബി ലേസി, നമുക്ക് മടിയന്മാരായിരിക്കാൻ സാധിക്കില്ല. വി കാൺ ബി സ്റ്റുപ്പിഡ്, നമുക്ക് സ്റ്റുപ്പിഡ് ആയിരിക്കാൻ സാധിക്കില്ല. വി കാൺ ബി ഇംപ്രൂഡന്റ്, നമുക്ക് വിവേകമില്ലാത്തവരാകാൻ, ഇംപ്രൂഡന്റ് ആയിരിക്കാൻ സാധിക്കില്ല. അല്ല, യു കാൺ ബി സാഡ്, നിനക്ക് സങ്കടപ്പെടാൻ കഴിയില്ല. നമുക്ക് അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാം. നിനക്ക് ദുഃഖിതനായിരിക്കാൻ കഴിയില്ല, നിനക്ക് സങ്കടപ്പെടാൻ സാധിക്കില്ല. യു കാൺ ബി ക്രൂവൽ, നിനക്ക് ക്രൂരനായിരിക്കാൻ സാധിക്കില്ല. യു കാൺ ബി ലേസി, നിനക്ക് ലേസി ആയിരിക്കാൻ സാധിക്കില്ല. യു കാൺ ബി സ്റ്റുപ്പിഡ്, നിനക്ക് സ്റ്റുപ്പിഡ് ആയിരിക്കാൻ സാധിക്കില്ല. യു കാൺ ബി ഇംപ്രൂഡന്റ്, നിനക്ക് വിവേകമില്ലാത്തവനായിരിക്കാൻ സാധിക്കില്ല. അല്ല, ഹി കാൺ ബി സാഡ്, അവന് ദുഃഖിതനായിരിക്കാൻ സാധിക്കില്ല. ഹി കാൺ ബി സാഡ് ടുഡേ, കാരണം അത്രയും വലിയ നല്ല ദിവസമാണ്, ഇന്ന് അവന്റെ വിവാഹമാണ്. ഹി കാൺ ബി സാഡ് ടുഡേ, ഇന്ന് അവന് സങ്കടപ്പെടാൻ സാധിക്കില്ല. ഹി കാൺ ബി ക്രൂവൽ, അവന് ക്രൂരനായിരിക്കാൻ ഹി കാൺ ബി ക്രൂവൽ. ഹി കാൺ ബി ലേസി, അവന് അലസനായിരിക്കാൻ, മടിയനായിരിക്കാൻ സാധിക്കില്ല. നീ എപ്പോഴും ഇങ്ങനെ അലസനായിട്ടിരിക്കുകയാണ്. പക്ഷെ ഹി കനോട്ട് ബി ലേസി, ഹി കാൺ ബി ലേസി, അവൻ അലസനായിരിക്കാൻ സാധിക്കില്ല, അവൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പറയില്ല. ഹി കാൺ ബി ലേസി. ഹി കാൺ ബി സ്റ്റുപ്പിഡ്, അവന് സ്റ്റുപ്പിഡ് ആയിരിക്കാൻ സാധിക്കില്ല. ഹി കാൺ ബി ഇംപ്രൂഡന്റ്, അവന് ഇംപ്രൂഡന്റ് ആയിരിക്കാം, വിവേകമില്ലാത്തവനായിരിക്കാൻ സാധിക്കില്ല. അതുപോലെ ഇതെല്ലാം നമുക്ക് പറയാം. അപ്പൊ അർത്ഥമുള്ള വാചകങ്ങൾ നമ്മൾ കണ്ടെത്തി. ഇതുപോലെ ധാരാളം വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ, പ്രാക്ടീസ് ചെയ്യാം. നമുക്കിനി ഇവിടെ നോക്കാം. ഐ കാൺ ബി ഓർ ഐ കനോട്ട് ബി യുവർ ഫ്രണ്ട്, എനിക്ക് നിന്റെ ഫ്രണ്ട് ആയിരിക്കാൻ സാധിക്കില്ല. ഐ കനോട്ട് ബി യുവർ ഫ്രണ്ട്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാല് മറ്റെല്ലാവരോടും പോയി പറയും. സോ ഐ കനോട്ട് ബി യുവർ ഫ്രണ്ട്, ഐ കാൺ ബി യുവർ ഫ്രണ്ട്, എനിക്ക് നിന്റെ ഫ്രണ്ട് ആയിരിക്കാൻ കഴിയില്ല. അങ്ങനെ പറയില്ലേ. ഐ കാൺ ബി യുവർ ഫ്രണ്ട്. ഐ കാൺ ബി യുവർ ടീച്ചർ, ഒരു സാധനം പഠിക്കത്തില്ല. ഐ കാൺ ബി യുവർ ടീച്ചർ, ഐ കാൺ ബി യുവർ ടീച്ചർ. ഐ കാൺ ബി യുവർ കോച്ച്, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കത്തില്ല, പിന്നെ എന്ത് കോച്ചിങ് ആണ്. ഐ കാൺ ബി യുവർ കോച്ച്, ഐ കനോട്ട് ബി യുവർ, രണ്ടും പറയാം. ഐ കനോട്ട് ബി യുവർ കോച്ച്, എനിക്ക് നിങ്ങളുടെ കോച്ച് ആയിരിക്കാൻ കഴിയില്ല, എനിക്ക് നിങ്ങളുടെ കോച്ച് ആയിരിക്കാൻ കഴിയില്ല.
യു കാൻ ബി അവർ ഫ്രണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിന്നെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല. സോ യു കാനോട്ട് ബി അവർ ഫ്രണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരനായിരിക്കാൻ നിനക്ക് സാധിക്കില്ല. യു കാൻ ബി അവർ ഫ്രണ്ട്. യു കാൻ ബി അവർ ഫ്രണ്ട് ഓർ കാനോട്ട് ബി അവർ ഫ്രണ്ട് രണ്ടും പറയാം. ദേ കാൻ ബി അവർ ഫ്രണ്ട്സ്. അതെല്ലാം ഗുണ്ടകളാ. അവരെങ്ങനെയാ നമ്മുടെ കൂട്ടുകാരുണ്ട്. ദേ കാൻ ബി അവർ ഫ്രണ്ട്സ്. നമുക്ക് അങ്ങനത്തെ കമ്പനിയൊന്നുമില്ല. ദേ കാൻ ബി, ദേ കനോട്ട് ബി അവർ ഫ്രണ്ട്സ്. ഓക്കെ, ഇതുപോലെയുള്ള വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണേ. ഇതൊക്കെ വെച്ച് ഉപയോഗിക്കാം. അർത്ഥമുള്ള വാചകങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം. വളരെ എളുപ്പമാണ് പഠിക്കാൻ. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം എന്താണെന്ന്. ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ എളുപ്പമാണ്. ഒരാളെ കൂടി കണ്ടെത്തി ഒരാൾ മലയാളം പറയുന്നു, മറ്റേ ആൾ അതിന്റെ ഇംഗ്ലീഷ്, അങ്ങനെ 10 പ്രാവശ്യം ഓരോ അർത്ഥമുള്ള വാചകങ്ങൾ കണ്ടെത്തി പഠിക്കാൻ നോക്ക്. പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റിലെ വെർബ്സ് ഒക്കെ പഠിക്കാൻ നോക്ക്. ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. അല്ല, ഫോംസ് പ്രധാനപ്പെട്ട അതറിയാതെ ഒന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും.
പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ ലിസ്റ്റിലെ 3ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ 4 ഫോംസ് ഉണ്ട്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഫോംസ് ആയിരിക്കും എല്ലാ വെർബിന്റെയും നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ വാക്കുകൾ നോക്കുക. ഞാൻ വായിക്കുകയാണ്. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കീപ്, kept, kept. Sleep, slept, slept. Meet, met, met. Weep, wept, wept. Creep, crept, crept. Feel, felt, felt. Sweep, swept, swept. Kneel, knelt, knelt. Dwell, dwelt, dwelt. Build, built, built. Burn, burned, burned. ഇങ്ങനെയുള്ള വെർബുകള് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് വായിക്കാം. allow, allowed, allowed. Arrive, arrived, arrived. Attract, attracted, attracted. Beg, begged, begged. Borrow, borrowed, borrowed. Carry, carried, carried. Change, changed, changed. Claim, claimed, claimed. Command, commanded, commanded. Complain, complained, complained. Complete, completed, completed. Continue, continued, continued. Cry, cried, cried. Dance, danced, danced. Describe, described, described. Develop, developed, developed. Fail, failed, failed. Flow, flowed, flowed. ഈ വാക്കുകൾ പഠിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവ എന്ന് മറക്കാതിരിക്കുക.